ഇതിൽ ഗ്ലാസ് ഇരിക്കാം. ഇത് പണി നടക്കാൻ തോന്നുന്നു ഇവിടെ അല്ലേ, റോഡിന്റെ പണി നടക്കുന്നത്. ഡൈവോഴ്സ് ഇപ്പൊ കേരളം കഴിഞ്ഞു. നമ്മള് എന്നെ റോഡാണല്ലേ ഒരു പണിയാണ് നോക്കി. ഒരു പണി വന്നു. എത്ര വരിപ്പാതയുടെ 5 6 3 6 വരിപ്പാതയാ? ഇനി ഇത് തന്നെയാണോ കേരളത്തിലും വരാൻ പോകുന്നത്? തിരുവനന്തപുരം വരെ ആണോ? ഡൽഹി ബോംബെ വരെയാണ് ഇതോ? അപ്പൊ ഇതിനകത്ത് മൊത്തം 3 3 6 വണ്ടി പോകും അല്ലേ, വൺ സൈഡ്. ഓക്കെ 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 ഓക്കെ. റെഡ്യൂസ് സ്പീഡ് സ്ലോ, റെഡ്യൂസ് സ്പീഡ്. ഇതിപ്പോൾ സ്ഥലം ഏതാ? ഇപ്പോൾ കേരളം കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ അല്ലേ വരണ്ടേ? തെറ്റിയാ? അപ്പോൾ ഇതങ്ങോട്ടാ? കോളേജ് ലെക്ചർമാർ 4ാം ക്ലാസ് പഠിപ്പിക്കുന്ന അക്ഷരം തെറ്റിപ്പോയി. അങ്ങനെ കണ്ടാണ് അവര്. അവരൊക്കെ എന്ത് അടിപൊളിയാ അല്ലേ? ആ പടമൊക്കെ ഇറങ്ങുന്ന സമയത്ത് എന്ത് സെറ്റപ്പായിരുന്നു. ഗാങ്സ്റ്റർ എന്നാണ് അതിന്റെ പേര്. അല്ല മറ്റേ കലിയുഗം നീ കണ്ടിട്ടുണ്ടോ? ഏത്? അതല്ലേ ഇമ്രാനൊക്കെ. എനിക്ക് ഇവന്റെ വൈഫ് എന്ത് ചെയ്തെന്ന് വെച്ചാല് ഡയറക്ഷനെതിരെ കേസ് കൊടുത്തു സമയത്ത്. ഭീകരമായ ബൾഗറിൽ മാത്രം അഭിനയിപ്പിച്ചു. എന്ത് ബൾഗർ? ഈ പുള്ളിയല്ലേ മറ്റേ ആദ്യമായിട്ട് മറ്റേ സബ്ബൂഫറിനകത്തൊക്കെ. ഇപ്പൊ ഞങ്ങളുടെ കാലത്തെ സബ്ബൂഫറിന്റെ മറ്റേ കലത്തിനകത്തുണ്ട് സബ്ബൂഫറൊക്കെ വെച്ചിട്ട് വെച്ച പാട്ട് മച്ചാന്റെ ആണ്, ഒരു കിസ് അടിക്കുന്ന പാട്ട്. അത് ഏതായിരുന്നു പാട്ട്? ഓലംഹയല്ലോ, ഓലംഹയ്ക്ക് മുമ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് കിസ് അടിക്കുന്നത് ഭയങ്കര ഒരു പടത്തിലെ സോങ് നമുക്ക് ഓർമ്മയില്ല ആയിരിക്കും. സിനിമകൾ ഇറങ്ങുന്നുണ്ട് സോങ് ഓർമ്മയില്ല. സോങ് ഓർമ്മയില്ലാത്ത നീ ഈ സോങ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ കാര്യം ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഇറങ്ങിയിരിക്കുന്ന മറ്റുള്ള സോങ്ങുകളുമായിട്ട് ഒരു കമ്പാരിസൺ വരാത്തത് പോലത്തെ ഒരു പാട്ടുണ്ടാക്കണം. അപ്പൊ എന്തോരം ചിന്തിക്കണമെന്ന് ആലോചിച്ച് നോക്കി. അത് പറഞ്ഞാലും പൊക്കൂടെ പണ്ടത്തെ പോലെ ഒന്നും അല്ല. ഇപ്പൊ യൂട്യൂബിനകത്ത് തന്നെ നമുക്ക് പാട്ട് സെർച്ച് ചെയ്യണ്ടല്ലോ. അല്ല യൂട്യൂബിന്റെ അകത്ത് ഇപ്പൊ പാട്ട് സെർച്ച് ചെയ്യണ്ട. പാട്ട് വൻ പൊളിയാണ്. നമ്മുടെ പാട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. പാട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഫുൾ വേർഷൻ ആയിട്ടില്ല. എൻ്റെ റെക്കോർഡിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തുകൊണ്ട് നല്ല രസമുണ്ട്. ഓഡിയോ ലോഞ്ച് നടത്തണം. ഇത് നമുക്ക് ഈ പാക്കപ്പ് പാർട്ടി ഓഡിയോ ലോഞ്ചും കൂടെ ഒരുമിച്ച് നടത്തിയാലടാ. മാർച്ച് 5-ാം തീയതി മർമെയ്ഡിൽ വെച്ചിട്ട് നടത്താനുള്ളൊരു ഐഡിയ ഉണ്ട്. മർമെയ്ഡില്ലടാ, നമ്മുടെ വൈറ്റില, അവിടെ വെച്ച് നടത്താനുള്ള പരിപാടി നോക്കാം. ഇതെങ്ങനെ ഞങ്ങൾ റിലീസ് ചെയ്യും ഇപ്പം? മെയ് 10-ാം തീയതി തിയേറ്ററിലാണ്. തിയേറ്ററിൽ ഓൾ കേരള. തിയേറ്ററിൽ മാത്രമല്ല, ഓൾ കേരള മാത്രമല്ല, വിദേശത്തൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അല്ല കമോൺട്ര ഏലിയൻ എന്ന് പറഞ്ഞ പേരിടാൻ കാര്യം. ഏലിയൻ കോൺസെപ്റ്റ് ഒക്കെ ആൾക്കാർക്ക് വർക്കാണ്. ഇപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റുമാണ്. ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നത്തില്ലേ? പിന്നെ ഇവിടുത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള കുറേ പ്രശ്നം അതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൻ പരിപാടിയാണ്. വലിയ ക്യാൻവാസിലൊക്കെ എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത്രയും വലിയ ബഡ്ജറ്റും പരിപാടിയൊന്നും കിട്ടാഞ്ഞത് കൊണ്ടും പിന്നെ ഫണ്ടില്ലാഞ്ഞതുകൊണ്ടും പ്രൊഡ്യൂസറൊന്നും ഇല്ല. എന്നെ സഹായിക്കുന്ന കുറേ ആൾക്കാരാണ്. അവരെയൊക്കെ വിളിച്ച് കടം ചോദിക്കും. അപ്പോൾ അവർ കടം തരും. ആ കടം മേടിച്ചിട്ടാണ് പടം ചെയ്യുന്നത്. കടം മേടിച്ച് പടം. ഞാൻ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ അവരെ ഇപ്പം നമ്മൾ തന്നെ കണ്ടില്ലേ കഴിഞ്ഞ ദിവസത്തെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഓരോ സംഭവങ്ങൾ ഭയങ്കര പാടാണ്. അപ്പോൾ അത് പറയണ്ടായിരുന്നു
സിനിമ അല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് എന്നാണെന്നറിയോ, ഇതൊരു എന്റർടൈൻമെന്റ് ഫീൽഡാണ് അല്ലേ. ആ ചെയ്യുന്ന ആൾക്കാർക്കും കാണുന്ന ആൾക്കാർക്കും എന്റർടൈൻമെന്റ് ഉണ്ടാവണം. എന്റർടൈൻമെന്റ് ആയില്ലെങ്കിൽ ഇത് വർക്ക് ആവൂല അല്ലേ. ഇപ്പൊ എന്ത് വേണേലും ആകാം. ഇപ്പൊ സങ്കടം പിടിക്കോ സഹതാപം പിടിക്കോ വാട്ടെവർ ഇറ്റ് ഈസ്, എന്താണേലും ആ പറയാനൊരു സബ്ജക്റ്റോ വിഷയമോ എന്തെങ്കിലും ഉണ്ടാവണം. എന്നാലേ നമുക്ക് കാണുമ്പോഴാണേലും ഒരു രസം ഉണ്ടാവുള്ളൂ അല്ലേ. ഇപ്പോൾ സിനിമ ഭയങ്കര ഡൈനാമിക് റേഞ്ചിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് സിനിമയുടെ കഥ പറച്ചിലിൽ തന്നെ. പണ്ട് നസീറിൻ്റെ കാലഘട്ടത്തിലുള്ള കഥ പറച്ചിലല്ലല്ലോ ഇപ്പോൾ. നമ്മൾ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് സ്റ്റോറി ടെൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ആക്ടിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത്, ടെക്നീഷ്യനൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അതിനൊരു ഫീസൊക്കെ സെറ്റ് ചെയ്ത്, ഫീസൊന്നും പറയാൻ പറ്റത്തില്ല, അതവർക്ക് തിരിച്ചു കൊടുക്കും. ഇതെന്നാ വെച്ചാൽ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് നമ്മളെന്തെങ്കിലും കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ അറിയാൻ പറ്റത്തില്ല അല്ലേ. പഠിപ്പിച്ച് സെറ്റാക്കി, അത് മാത്രമല്ല ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് അഭിനയിക്കാൻ വന്നവരൊക്കെ എന്തോരം ട്രെയിൻ ചെയ്തെന്നറിയും. അവർക്ക് അത്രയും എഫേർട്ട്, അവരെ അത്രയും പഠിപ്പിച്ച് സെറ്റാക്കിയിട്ടാണ് ചെയ്യണം. പക്ഷെ പ്രൊഫഷണലി അങ്ങനെ വരണോ അങ്ങനെ തന്നെ. എല്ലാവരും പുതുമുഖങ്ങളായിട്ടല്ലേ വന്നത്. പിന്നെ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഇട്ട് പോകുന്നുണ്ട്. നമ്മൾ സംസാരിച്ചിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനുള്ള ഫണ്ട് സെറ്റ് ആകുമ്പോഴത്തേക്കിനും അവരെയും കൂടെ ഉൾപ്പെടുത്തും. ഇല്ലെങ്കിൽ പുതുമുഖങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പടം പുറത്തേക്ക് വരും. അങ്ങനത്തെ പരിപാടിയാണ്. എന്തായാലും ആർട്ടിസ്റ്റ് ഉണ്ടാവും, ഇൻവോൾവഡ് ആണ് കുറേ. ഇപ്പം ചില കഥാപാത്രത്തിനൊക്കെ ആർട്ടിസ്റ്റ് വേണം, അവർക്ക് അത് പെർഫോമൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഫുൾ പടം വന്നു കഴിയുമ്പോഴത്തേക്കിനും അറിയാം എന്താ സംഭവം ചെയ്യുന്നുണ്ട്. അല്ല വർക്കാവും. വർക്കാവുന്ന വെച്ചാൽ ഈ സ്റ്റോറി ഇങ്ങനെ ടെല് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റെസ്പോൺസ് ഭയങ്കര രസമുണ്ട്. ഞാൻ ഈ വിമർശകരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കിടയിൽ പോലും ഞാൻ കഥ പറഞ്ഞപ്പോൾ അവർ വെറൈറ്റി ആയിട്ടുണ്ട്. തോട്ടൊക്കെ നല്ലതാണ്. ഇനി അത് നീ അതുപോലെ തന്നെ ചിത്രീകരിച്ച് റെഡിയാക്കി എടുത്താൽ അടിപൊളിയായിരിക്കും. തോട്ട് രസമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ തോട്ട് രസമുണ്ട്. ഇനി ഇതാണ്, ഈ ബഡ്ജറ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ വിഷ്വൽസും ലൈറ്റ്സും ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം ഞാനിത് പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പരിപാടിയില്ല, ഇതിൻ്റെ പരിപാടി നടക്കുന്നത്. 1000 രൂപ കടം തന്നാലും 2000 രൂപ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ എന്നുവെച്ചാൽ ഞാൻ അത്രയും പടത്തിൽ നിന്ന് കിട്ടും. അത്രയും പടം നമ്മൾ വെച്ചാൽ വലിയ ബഡ്ജറ്റ് പോകാതെ തന്നെ അൺവാണ്ടഡ് ബഡ്ജറ്റുകളെല്ലാം ഒഴിവാക്കാം. അസിസ്റ്റന്റ് ഇല്ല, ക്യാരവാനൊന്നും വേണ്ട, അത് തന്നെ നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. അത് നെക്സ്റ്റ് പരിപാടിയല്ലേ. അപ്പോൾ ഗൈസ്, അപ്പം ഞങ്ങൾ ഗോവയിലെത്തിയിട്ട് ബാക്കി പരിപാടികൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.